ദിവിഷ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ 12:30-ക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അപ്പോൾ അറിയാം. എന്തായാലും പി.വി. അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വളരെ സുദീർഘമായ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും അതോടൊപ്പം തന്നെ തുടർച്ചയായി അദ്ദേഹം മാപ്പുകൾ പറയുകയും ചെയ്തിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്ന് മാത്രമല്ല, നിലമ്പൂർ അദ്ദേഹം മത്സരിക്കുന്നില്ല, ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം നിശ്ചയിക്കുകയും ചെയ്തു. UDF-ന്റെ ഭാഗമായി അദ്ദേഹം നിൽക്കുന്നു, അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമായി അദ്ദേഹം ഇനിയും രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാകുമെന്നാണോ നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്? ഒരു സംശയമില്ലാതെ തന്നെ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ അൻവർ വിശദീകരിച്ചിരിക്കുകയാണ് മാർഷൽ. അതായത് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് സ്പീക്കറെ കണ്ട് രാജിക്കത്ത് കൊടുത്തതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം ഏത് മുന്നണിക്കൊപ്പമാണെന്നുള്ളത് വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് UDF-ന് വേണ്ടി പ്രവർത്തിക്കുക, UDF-ന്റെ വിജയത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് തീരുമാനം. മാത്രമല്ല, പിണറായിസം അവസാനിപ്പിക്കുക എന്നതാണ് തൻ്റെ ദൗത്യമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തുറന്നുവിട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമാകും. കാരണം അതായത് പി ശശിക്കും ADGP അജിത് കുമാറിനുമെതിരെ താൻ രംഗത്ത് വന്നത് CPM-നകത്തു നിന്നുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. CPM-ലെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിന്റെ അറിവോടെയാണ് താൻ ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തന്നെ അതിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി ഞാൻ തന്നെ ചോദിച്ചു. അതായത് ഇത് മുഖ്യമന്ത്രി അൻവറിനെ തള്ളി പറഞ്ഞ ശേഷം പിന്നീട് ഈ നേതാക്കൾ ആരെങ്കിലും താങ്കളെ ആദ്യം പിന്തുണച്ച നേതാക്കൾ ആരെങ്കിലും താങ്കളെ പിന്നീട് പരസ്യമായി തള്ളി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിനുള്ള ധൈര്യം അവർക്കുണ്ടാകില്ല. അതായത് പിന്നീട് അൻവറിന്റെ വിമർശകരായി മാറിയ നേതാക്കളായ ആരും സംശയത്തിന്റെ നിഴലിലല്ല. പക്ഷേ CPM-നകത്തുള്ള വളരെ നിർണായകമായ മുതിർന്ന നേതാക്കളുടെ പിന്തുണ തനിക്കുണ്ട്. വളരെ താഴെത്തട്ടിലുള്ള പ്രാദേശിക നേതാക്കളാണ് ആരെങ്കിലും പറഞ്ഞാൽ താൻ ഇങ്ങനെ ഇറങ്ങുമോ എന്നുകൂടി അൻവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം പ്രതിപക്ഷ നേതാവിനെതിരെ അദ്ദേഹം ഉന്നയിച്ച ആരോപണമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 150 കോടി രൂപ ആംബുലൻസിൽ പ്രതിപക്ഷ നേതാവിന് വേണ്ടി കർണാടകത്തിൽ നിന്ന് വന്നു എന്ന ആരോപണം. ആ ആരോപണം അദ്ദേഹം നിയമസഭയിൽ സ്പീക്കർക്ക് എഴുതി കൊടുത്താണ് ഉന്നയിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ആരോപണം താൻ ഉന്നയിച്ചത് CPM നേതൃത്വത്തിൽ പി ശശിയുടെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെ താൻ ഇക്കാര്യത്തിൽ മാപ്പ് ചോദിക്കുന്നു എന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനുണ്ടായ മാനഹാനിയിലും അദ്ദേഹത്തിന്റെ വിഷമത്തിനും മാപ്പ് ചോദിക്കുന്നു എന്ന് അൻവർ ഇവിടെ പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിക്കുമ്പോഴും അൻവർ ഇതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ വിഷയത്തിലും നേരത്തെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആ വിഷയം ആവർത്തിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ UDF-നെ വലിയ തോതിൽ അദ്ദേഹം വിമർശിച്ച, അല്ലെങ്കിൽ UDF-നെതിരെ രംഗത്ത് വന്ന ഒരു വിഷയം, അത് രമ്യ ഹരിദാസിനെതിരെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയ വിഷയമായിരുന്നു. ആ വിഷയത്തിൽ അക്കാര്യത്തിൽ തനിക്കിപ്പോഴും ഖേദമില്ല എന്നും അൻവർ വ്യക്തമാക്കുകയാണ്. ഏതായാലും അദ്ദേഹം താൻ ഇനി മത്സര രംഗത്തില്ല, UDF-ന് വേണ്ടി പ്രവർത്തിക്കും. നിലമ്പൂരിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചിരിക്കുന്നു. അത് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റായ PV അൻവർ രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹം വളരെ ശക്തമായി തന്നെ ഇടപെടലുകൾ നടത്തും. എന്നാൽ നിലമ്പൂർ അദ്ദേഹം മത്സരിക്കുന്നില്ല. ഒപ്പം നിലമ്പൂർ ആരായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് അദ്ദേഹം നിശ്ചയിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പ്രശ്നം തീർക്കുകയും ഒപ്പം പി ശശിയുടെ ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. CPM-ലെ മുതിർന്ന കുറെ നേതാക്കൾ ആണ് എല്ലാത്തിനും പിന്നിൽ എന്നും അദ്ദേഹം പറഞ്ഞു. അതായത് നിങ്ങൾ കളിച്ചോ, മുന്നിലിട്ട് ഇറങ്ങി കളിച്ചോ, ഞങ്ങൾ പിന്നിലുണ്ട് എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകി അൻവറിനെ ഇതുവരെ എത്തിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഫോൺ എടുക്കാതായ ആ നേതാക്കൾ ആര് എന്ന് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് അത് എൻ്റെ ഒരു രീതിക്ക് ചേരുന്നതല്ല, ഞാൻ ആ വിശ്വാസവഞ്ചന കാട്ടുന്നില്ല എന്നാണ്. അതെല്ലാം ചർച്ചകൾ നടക്കട്ടെ.